ഒരുപാട് മലയാളികൾ തിങ്ങി താമസിക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനത്തെ കർണാടകയിലെ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു സജു ചാമക്കാലയിൽ. സജു, ബംഗളൂരുവിൽ കടുത്ത പ്രതിസന്ധി, സിദ്ധരാമയ്യ കേന്ദ്രത്തിന് കത്തയക്കുന്നു, പാചകവാത പ്രതിസന്ധിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന്. എന്താണ് അവിടുത്തെ റെസ്റ്റോറന്റുകളുടെ സാഹചര്യം? ഒപ്പം ഈ ഗ്യാസ് കണക്ഷൻ, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, LPG സിലിണ്ടർ, ഗാർഹിക ഉപയോഗത്തിനുള്ള ഡിസ്ട്രിബ്യൂഷനിലെ എന്തെങ്കിലും പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഗോകുൽ, തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ് കർണാടകയെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. എന്തായാലും ഇവിടുത്തെ ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകളോടൊപ്പം തന്നെ വാണിജ്യ ഉപയോഗത്തിനുള്ള സിലിണ്ടറുകൾക്കും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. സാധാരണ ഹോട്ടലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 82 വർഷം പഴക്കമുള്ള ബാംഗ്ലൂരിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഒരു ഹോട്ടലിലാണ്. വിദ്യാർത്ഥി ഭവൻ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഇവിടെ ധാരാളം, അതായത് ഒരേ സമയം തന്നെ ഏകദേശം 50-60 ആൾക്കാരോളം ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ നമ്മോട് പങ്കുവച്ചതും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതും. സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഹോട്ടലുകൾ അടക്കമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ സാധാരണ മാർക്കറ്റിനെ ബാധിക്കാനുള്ള വലിയ സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കേന്ദ്രത്തിന് കത്തയച്ചു, തമിഴ്നാട് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ MP-മാരടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെയൊക്കെയും അടിയന്തര ശ്രദ്ധ ക്ഷണിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഭക്ഷണത്തിന് വരുമ്പോൾ തന്നെ വലിയ കാലതാമസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു മലയാളി കൂടി ചേരുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം, ഈ സ്വാഭാവികമായിട്ടും LPG ഗ്യാസ് പ്രതിസന്ധി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പാചകവാതക സിലിണ്ടറിന്റെ ഒരു വിലവർദ്ധനവ്. അപ്പോൾ ഒരിക്കലും ഇല്ല, യുദ്ധമാണല്ലോ. യുദ്ധമനുസരിച്ച് നമ്മളും മറ്റുള്ളൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുമ്പോൾ അത് കുറച്ച് നാളത്തേക്ക് എല്ലാവരും സഹിക്കണമെന്നാണ് ഞാൻ പറയണത്. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിൽ ഉണ്ടാക്കിയത്. നമ്മുടെ ഈ ഹോട്ടലിന്റെ ജീവനക്കാരോടൊപ്പം തന്നെ ആൾക്കാരോട് ചേരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. സർ, actually what is the current scenario? What, sir? Actually what is the current scenario in the LPG scarcity? There's no supply in 2 days. 2 दिन से सप्लाई आया नहीं है इधर बेंगलोर में. वो लारी लोड होने के बाद आना के लिए बोल रहे हैं वो. अभी सप्लाई नहीं है 2 दिन से. अभी तो दिक्कत है. दिक्कत 1 और 2 दिन के लिए हमारा पास है स्टॉक. एक सिलेंडर अभी तो एक सिलेंडर को कितना चार्ज हो गया? वो तो 2000 प्लस है अभी. पहले कितना है? 1900 था. 1900. एक दिन इधर कितना सिलेंडर हो गया? 4 से 5. 4 और 5. अभी तो ज़्यादा प्रॉब्लम हो गया. अभी तो प्रॉब्लम है. हमने 40 सीट निकाल दिया है और मेनू भी थोड़ा रिस्ट्रिक्शन दिया है. हाँ, कितना हो सकता है उतना बचा रहे हैं. 1-2 दिन में सेंट्रल में कुछ हुआ तो सप्लाई आने के बाद में चालू करेंगे. अगर नहीं आया तो 2 दिन के बाद हम क्लोज करेंगे. आज CM सिद्धरामैया लेटर टू वो सभी वो आपस में बात हो रहा है, और क्या पता नहीं, अभी तक आया नहीं उस समय से. ഗൂഗിൾ അവരത് അത് തന്നെയാണ് പങ്കുവെക്കുന്നത്. അതായത് വലിയ പ്രതിസന്ധിയാണ് സ്വാഭാവികമായിട്ടും ഹോട്ടൽ മേഖല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ ആവശ്യമായിട്ടുള്ളത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതം അത് താളം തെറ്റാനുള്ള സാധ്യത വളരെ മുന്നിലാണ് ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ദിവസം 4-5 സിലിണ്ടറുകളാണ് ഇവിടെ ആവശ്യമായി വരുന്നത്. അപ്പോൾ 2000-ന് മുകളിലേക്കാണ് അതിന്റെ വില ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളാണ്. ഈ ഒരു പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഹോട്ടലുകൾ അടച്ചിടുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്നാണ് അവരിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ ബാംഗ്ലൂരുവിലാണ് ആദ്യമായിട്ട് ഈ പ്രതിസന്ധി ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലെ ഹോട്ടൽ അസോസിയേഷനുകൾ ഇന്ന് മുതൽ ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ടുള്ള പ്രവേശനത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയായിരുന്നു അവർ ഇന്നലെ തീരുമാനിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ, അതായത് അത്യാവശ്യം സിലിണ്ടറുകൾ ഉള്ള ഹോട്ടലുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ്. വരും ദിവസങ്ങൾ ഈ പ്രതിസന്ധി മാറിയില്ല എങ്കിൽ ആ ഉടമയുടെ വാക്കുകളിൽ നിന്ന് 4-5 സിലിണ്ടർ വേണ്ടിടത്ത് 2 ദിവസമായി ഗ്യാസ് സിലിണ്ടറിന്റെ സപ്ലൈ ഇല്ല എന്നാണ് ബംഗളൂരിലെ ഒരു ഹോട്ടൽ ഉടമ പങ്കുവെക്കുന്നത്. സമൃദ്ധമായി നിറയെ വിഭവങ്ങൾ വിളമ്പിയിരുന്ന ഹോട്ടലുകൾ അവരുടെ മെനു ചുരുക്കുന്നു. കാരണം പല വിഭവങ്ങളും കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് ലഭിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നത്. ചെന്നൈയിലും ഒരുപാട് മലയാളികളുടെ ഇടമാണ്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. മനേഷ്, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നടക്കുന്ന യുദ്ധം നമ്മുടെ അന്നം മുട്ടിക്കുന്ന നിലയിലേക്ക് പോവുകയാണോ എന്ന സംശയവും ആശങ്കയും ഉയരുന്ന നിലയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.